28 ദിവസമായി ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് വി എസ് അച്യുതാനന്ദനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് അതിനിടയിലെല്ലാം അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ മാറ്റമില്ലാതെ തുടരുകയാണ് തുടങ്ങിയ വിവരങ്ങൾ വരികയാണ്. ഒരു പോരാട്ടവും അസാധ്യമായ നേതാവല്ല വി എസ് എന്നുള്ളത് കൊണ്ട് തന്നെ വി എസ് തിരിച്ചു വരും എന്ന് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ കരുതിയിരുന്നു. പക്ഷേ 102 വയസ്സ് എന്ന് പറയുന്നത് ഒരു വലിയ കാലഘട്ടമാണ്. കാലം എന്നത് മനുഷ്യന് എഴുതി ചേർക്കപ്പെട്ട ഒന്ന് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് വി എസ് മടങ്ങുകയാണ്. ഒരു വലിയ മടക്കമാണ്, ഒരു യുഗാന്ത്യം എന്നത് തന്നെ നമ്മൾക്ക് പറയേണ്ടതുണ്ട്. അതായത് ഇപ്പോ അദ്ദേഹം പാർട്ടിയുടെ വലിയ നിധിയാണ് എന്നുള്ളത് പറഞ്ഞു വെച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. 2016 ഫിദൽ കാസ്ട്രോ അന്തരിച്ചപ്പോൾ സീതാറാം യെച്ചൂരി അനുസ്മരിച്ചത് അദ്ദേഹത്തിന്റെ വിയോഗം ഒരു യുഗാന്ത്യമാണ്, എന്നാൽ ആ ഇതിഹാസം പ്രചോദനമായി എന്നുമെന്നും നിലകൊള്ളും എന്നു തന്നെയാണ്. പിന്നീട് വി എസിനെ വിശേഷിപ്പിക്കപ്പെട്ടതും ഫിദൽ കാസ്ട്രോ, കേരളത്തിന്റെ കാസ്ട്രോ, കേരള കാസ്ട്രോ എന്നു തന്നെയാണ്. ജീവിതം കൊണ്ട് ചരിത്രം എഴുതിയിരിക്കുന്ന ചരിത്ര പുരുഷന്മാരെ വിശേഷിപ്പിക്കാൻ നമുക്കേറെയുണ്ട്. നമ്മുടെ കാലഘട്ടം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന മുഴുവൻ സ്വാതന്ത്ര്യങ്ങൾക്കും മുഴുവൻ അഭിമാനങ്ങൾക്കും ജാതി കൊണ്ടോ മതം കൊണ്ടോ ഇല്ലായ്മ കൊണ്ടോ മാറി നിൽക്ക് എന്ന് മനുഷ്യനോട് ആരും പറയാത്ത, ഒരു സംവിധാനവും പറയാത്ത മനുഷ്യാന്തസ് എന്നതാണ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ മൂലധനം എന്നത് പോരാടി നേടിത്തന്ന ചരിത്രത്തിൽ നിന്നാണ് വി എസ് ഇറങ്ങിപ്പോകുന്നത്. അനന്തൻ, കേൾക്കാമോ? എപ്പോഴത്തേക്കാണ് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക? മറ്റ് തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്? മധു, ഇനി അധികം വൈകില്ല. വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം SUT അകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പുറത്ത് ആംബുലൻസ് സജ്ജമായി നിൽക്കുന്നു. അതിന് ചുറ്റും നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരും വി എസിനെ സ്നേഹിക്കുന്ന മനുഷ്യരും തിങ്ങി നിൽക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വി എസിൻ്റെ ഭൗതിക ശരീരം പുറത്തേക്ക് വരുമ്പോൾ ഉറപ്പായും അവർ വിളിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, കണ്ണേ കരളെ വി എസ് എ എന്നുള്ളത്. അവരെത്രയോ അധികം വി എസിന് വേണ്ടി അവർ അത് വിളിച്ചിരിക്കുന്നു. ഇന്ന് ഒരിക്കൽ കൂടി അവർക്ക് വിളിക്കാം. ഇനി ഒരിക്കലും വി എസിനെ നോക്കി കണ്ണേ കരളെ വി എസ് എ എന്ന് വിളിക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ് പാർട്ടി പ്രവർത്തകരും അണികളുമൊക്കെ. അല്പസമയത്തിനകം പുറത്തേക്ക് വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരും. ഇവിടെ നിന്ന് നേരെ പോകുന്നത് AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്കാണ്. പട്ടത്ത് നിന്ന് ആ ഒരു വിലാപയാത്ര, അത് ചെറുതെങ്കിലും ഒരുപാട് ആൾക്കാർ ഈ പട്ടത്ത് നിന്ന് AKG സെൻറ്റർ വരെയുള്ള റോഡരികിൽ കാത്തു നിൽക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്. ഏതായാലും ആ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ ഫിഡൽ കാസ്ട്രോ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു വിപ്ലവ സൂര്യനായി വി എസ് അച്യുതാനന്ദൻ ഉയർന്ന് വന്ന നേതാവ്. അദ്ദേഹത്തിന് ഒരു ചരിത്രമാണ് അവസാനിക്കുന്നത് പറയുമ്പോഴും കേരളത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള ചരിത്ര സന്ധികളെ അഭിമുഖീകരിച്ചു വന്ന ഒരു നേതാവാണ്. രാജഭരണകാലം മുതൽ ആ പോരാട്ടം തുടങ്ങിയതാണ്. കേരളമെന്ന സംസ്ഥാനത്തിൻ്റെ ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെ നിർമ്മിതിയുടെ പല ഘട്ടങ്ങളിൽ ഇടപെട്ട മനുഷ്യനാണ്. അതിൻ്റെ തുടക്കം മുതൽ പ്രതിപക്ഷ നേതാവായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ചുകൊണ്ടും മുഖ്യമന്ത്രിയായിട്ടുമൊക്കെ ഈ നാടിൻ്റെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന മനുഷ്യൻ, വിപ്ലവ സൂര്യൻ. ഒരുപക്ഷെ നമുക്കറിയാം ആലപ്പുഴയുടെ മണ്ണിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ ആരംഭിച്ചത്. നെല്ലളക്കുന്ന പാട്ട
അതിൽ ആ പാട്ട് മാറ്റണം എന്നുപയോഗിച്ച് കർഷക തൊഴിലാളികളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അവരെ ആ നെല്ലളവ് പാട്ടയുമായി ബന്ധപ്പെട്ട പോരാട്ടത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല സമര സംഘാടനം തുടങ്ങുന്നത്. അന്ന് തുടങ്ങിയ ആ സംഘാടനം അത് കേരളത്തിൻ്റെ ഒരു കരുത്തുറ്റ ഒരു ദ്വയാക്ഷരിയിലേക്ക് മലയാളിയുടെ മനസ്സിൽ, ഇന്ത്യയുടെ മനസ്സിൽ എന്നും പതിഞ്ഞുപോയ ആ ദ്വയാക്ഷരി VS, അത് വിപ്ലവ സൂര്യനെന്നോ വിപ്ലവ സിംഹമെന്നോ ഒക്കെ വിളിക്കാവുന്ന ആ ഒരു രണ്ടക്ഷരം, അത് VS. ആ VS എന്ന് പറഞ്ഞാൽ VS മാത്രമേ ഉള്ളൂ. ആ